Hi friends, welcome back to EYESOPEN. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അലൈറ്റ് മോഷൻ ട്യൂട്ടോറിയലാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് അലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ ഇരുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ട്രാൻസിഷൻ ട്യൂട്ടോറിയലാണ്. ഈ ഒരു വീഡിയോ ഒരു പരീക്ഷണ വീഡിയോ കൂടിയാണ്. നമ്മുടെ ചാനൽ അലൈറ്റ് മോഷനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും നമ്മളിത് അലൈറ്റ് മോഷനെ കുറിച്ചുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അലൈറ്റ് മോഷൻ CC ട്യൂട്ടോറിയൽസ്, അതുപോലെ തന്നെ ട്രാൻസിഷൻ ട്യൂട്ടോറിയൽസ്, അങ്ങനത്തെ പ്രോ ലെവലായിട്ടുള്ള ട്യൂട്ടോറിയൽസൊക്കെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ചെറിയൊരു ട്രാൻസിഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 ഇമേജുകൾ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു എഫക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആദ്യത്തെ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ താഴെ കാണുന്ന ഈ എഫക്ട്സ് എന്നുള്ള ടാപ്പിൽ പോവുക. എന്നിട്ട് ഈ ആഡ് എഫക്ട്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബ്ലർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സ്പിൻ സ്ട്രീക്സ് എന്ന് പറഞ്ഞിട്ട് അതാ ഈ ഒരു എഫക്ട്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 2 കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്യണം. അതിൽ ആദ്യത്തെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്വീപ്പ് എന്നുള്ള ഈ ഒരു ടാബ് സെലക്ട് ചെയ്യാം. ടാബ് അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കുറച്ചൊന്ന് നീക്കി വെച്ചിട്ട് രണ്ടാമതൊരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്തു. ഞാൻ ഇവിടെ അല്ല, നമുക്ക് അറേഞ്ച് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇപ്പോൾ 2 കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ ആ ഒരു കീ ഫ്രെയിമിൽ കൊണ്ട് നമ്മളുടെ ഈ ഒരു സ്ലൈഡർ വയ്ക്കുക. നമ്മൾ ഈ സ്വീപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് മൈനസ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തതിന് ശേഷം അടുത്തത് രണ്ടാമത്തെ ആ ഒരു കീ ഫ്രെയിമിലേക്ക് നമ്മൾ വരിക. അവിടെ വന്നതിന് ശേഷം ഈ സ്വീപ്പ് എന്നുള്ളത് തന്നെ നമുക്ക് എത്രയാണോ ആ ഒരു ട്രാൻസിഷൻ ആവശ്യം അത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 15 ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അടുത്ത എന്നീ നമ്മൾ ചെയ്യാനുള്ള അറേഞ്ച് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഒരു എഫക്ട്സ് ഇത്രയേ നമുക്ക് ആഡ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കർവ് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇതാ ഈ 2 കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വെച്ചിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ കൊടുക്കുന്ന കർവ് നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു കർവ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഈ ഒരു കർവ് കൊടുക്കുക. കൊടുത്തിട്ട് ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക, അതായത് ഓപ്പോസിറ്റ് ഫ്ലിപ്പ് ചെയ്യുക. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഫ്ലിപ്പ് ചെയ്യാം. അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് അത് അറേഞ്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഒന്നും കൂടെ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു എഫക്ട്സ് വന്നിട്ട് ആ ഒരു സ്പിൻ സ്ട്രീക്സ് എന്നുള്ള എഫക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ സ്വീപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 2 കീ ഫ്രെയിമും വരും. ആ ഒരു കീ ഫ്രെയിം ആദ്യത്തെ കീ ഫ്രെയിം ഏറ്റവും ഫസ്റ്റ് ആ ഒരു ഇമേജിൻ്റെ ഫസ്റ്റ് കൊണ്ടുവയ്ക്കുക. രണ്ടാമത്തെ കീ ഫ്രെയിം ഏറ്റവും ലാസ്റ്റും കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് വരാം. അതിന് ഈസിയാണ്. ആദ്യം നമ്മൾ ആദ്യത്തെ ആ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഈ എഫക്ട്സിൽ പോയിട്ട് ഈ കാണുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് ഫുള്ള് റിവീലാവും. അതിനകത്തുനിന്ന് ഈ ഒരു 3 ഡോട്ട്സ് ഉണ്ടല്ലോ, 3 കുത്ത്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ കോപ്പി എഫക്റ്റ് കൊടുക്കുക. ടാപ്പ് ചെയ്യുക. നേരെ നമ്മളെ സെക്കൻഡ് ഇമേജ് വരിക. എഫക്റ്റിൽ കയറുക. ഈ താഴെ കാണുന്ന ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പിൻ സ്ട്രീക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മളുടെ ആ ഒരു കീ ഫ്രെയിമുകൾ ഇവിടെ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ആ സ്വീപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 കീ ഫ്രെയിം കാണാൻ പറ്റും. ആ 2 കീ ഫ്രെയിമിനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറ്റി കൊടുക്കുക. അതായത് ആദ്യം കിടക്കുന്ന കീ ഫ്രെയിമിനെ എടുത്ത് ലാസ്റ്റും വയ്ക്കുക, ലാസ്റ്റ് കിടക്കുന്നിടത്ത് ഫസ്റ്റും വയ്ക്കുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ കർവ് എടുക്കുക. നമ്മൾ നേരത്തെ അവിടെ എടുത്ത ഒരു കർവ് ഉണ്ടല്ലോ, ആ ഒരു കർവ് തന്നെ ഇവിടെ കൊടുക്കണം. ജസ്റ്റ് ഞാൻ അത് കോപ്പി ചെയ്തില്ല. നമുക്ക് ആ ഒരു കർവ് കോപ്പി ചെയ്യാം. ആദ്യത്തെ ഇമേജ് സെലക്ട് ചെയ്തു. എഫക്ട്സ് വന്നു, സ്പിൻ സ്ട്രീക്സ് വന്നു, നമ്മളെ സ്വീപ്പ് വന്നു. അതിൽ വന്നിട്ട് കർവ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു 3 കുത്തി ക്ലിക്ക് ചെയ്യുക. കോപ്പി കർവ് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ രണ്ടാമത്തേൽ വന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ എഫക്റ്റിനകത്ത് വന്ന് സ്വീപ്പിനകത്ത് കയറിയിട്ട് കർവ് എടുത്തിട്ട് കുറച്ച് നമ്മളുടെ ടൈം ലൈൻ കൊണ്ട് നീക്കി വയ്ക്കുക. എന്നിട്ട് കർവ് എടുത്തിട്ട് ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കർവ് കൊടുക്കുക. ഇത്തവണ നമ്മൾ റൊട്ടേറ്റ് തിരിച്ച് കൊടുക്കുക, ഫ്ലിപ്പ് കൊടുക്കുക. ഈ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഫ്ലിപ്പ് മുകളിലേക്കാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്.
ഈസി ആയിട്ടുള്ള സിമ്പിൾ ട്രാൻസിഷനാണ് ഇത്. നമ്മളുടെ MP4 എഡിറ്റിനകത്ത് സെൻറ്റർ പൊസിഷൻസിൽ നമ്മൾ നോർമൽ സൗണ്ട് എഫക്ട്സ് ഇല്ലാതെ ബേസിക്കായിട്ട് ഇടൂലേ, ഈ ഒരു ബ്ലർ ട്രാൻസിഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസിഷനാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഇടിവെട്ട് വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ബൈ.